കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനത്തിലേക്ക് നോക്കിയിരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ ചിലവരോട് ഒന്ന് പറയാറുണ്ട്, ആരെയും നോക്കി പഠിപ്പിക്കേണ്ട കേട്ടാന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് നോക്കണ്ടെന്ന്, അല്ലാണ്ട് നോക്കി പഠിപ്പിക്കേണ്ടെന്നല്ല. ഒരേ സാധനത്തിലേക്ക് കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെയർ ചെയ്തിരിക്കരുത്. അത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ വർക്കിൽ അത്രയും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളത് ഇരുന്ന് പോവും. ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നടുവും വളയും നട്ടലും വളയും എല്ലാം വളയും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല. ഇതിലാകെ ചെയ്യേണ്ടത് നമ്മൾ ഫോണിലൊരു ടൈമർ വയ്ക്കുക, ഒരു 15 മിനിറ്റ്സിൻ്റെ ടൈമർ വയ്ക്കുക. ജസ്റ്റ് ഒരു ബീപ്പ് അടിച്ചാൽ മതി. ബീപ്പ് അടിക്കുമ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക, ഇപ്പുറത്തെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല. മേലെ ആകാശം ഫാനൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുക, ഓക്കെയാണ്. താഴെ ഭൂമി ഉണ്ടോ എന്ന് നോക്കുക, ഓക്കെയാണ്. കണ്ട് വർക്ക് ചെയ്യുക. ഒന്നൊരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി. വെരി ഈസി. അത് പക്ഷെ നമ്മൾ ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി. ഇതെന്താ റീസൺ വെച്ചാൽ നമ്മുടെ ഇവിടെ കഴുത്തിന് ചുറ്റുമൊക്കെ ഉള്ള മസിൽസ് ഉണ്ട്. ഇപ്പോൾ നട്ടലിൻ്റെ ചുറ്റും പാരസ്പൈനൽ മസിൽസ് ഉണ്ട്. ഇത് ഏതൊരു മസിൽ പോലും അവരും ക്ഷീണിക്കും. അപ്പോൾ നമ്മൾ കൈ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ എത്ര നേരം പിടിച്ചേക്കാൻ പറ്റും? കുറച്ച് നേരം ഇവിടെ കഴയ്ക്കും. ഈ കഴപ്പ് ഇവിടെയും വരുന്നുണ്ട്. നമ്മൾ ബാക്കി കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മളത് അറിയാതെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് ആദ്യം കഴയ്ക്കും, ഒരു ചെറിയ ബുദ്ധിമുട്ട്, നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ആക്കും. അത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേനും മസിൽസ് വീക്കാവും. നെക്സ്റ്റ് സ്റ്റേജിൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ കൈ കഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാണ്ട് താന്നു പോയില്ലേ, ഈ ഒരു താഴ്ച ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും, ഡിസ്ക് ബൾജ് വരാൻ സാധ്യത, നരമ്പുകൾ കംപ്രസ്ഡ് ആവാൻ സാധ്യത, ഇങ്ങനെയാണത് കൂടി വരുന്നത്. അപ്പോൾ അതൊരു മൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ പിടിച്ചു, ഒരു 10 മിനിറ്റ് പിടിക്കാൻ പറഞ്ഞു, ഒരു 2 മിനിറ്റ് പിടിച്ചപ്പോൾ കഴച്ചു, ജസ്റ്റ് ഒന്ന് കൈ കുടഞ്ഞിട്ട് വീണ്ടും പിടിച്ച് നോക്കി, വീണ്ടും പിടിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടെയും വേണ്ടോ, ആ ഒരു മൂവ്മെൻറ്റ് കൊടുന്നാൽ മതി. ഇവിടെ ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഒക്കെ തന്നെ ചെയ്യേണ്ടത്.